ഞാനിപ്പോൾ നമ്മുടെ പല്ലശ്ശന കണ്ണനൂർ കടവ് പാലത്തിൻ്റെ ഭാഗത്താണ്. ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് 4ാമത്തെ മഴക്കാലമാണ്. ഈ 4 മഴക്കാലത്തും ഈ പല്ലശ്ശനയിലുള്ള ജനങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടാണ് കൊല്ലങ്കോട്ടിലുള്ള 10ഓളം വരുന്ന വിദ്യാലയങ്ങളിലേക്കും അതുപോലെ തന്നെ തൊഴിൽ സ്ഥലങ്ങളിലേക്കും ആശുപത്രികളിലേക്കും പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മഴക്കാലത്ത് താൽക്കാലികമായിട്ടെങ്കിലും ഇതിലൂടെ തുറന്നു കൊടുത്തു. 3 മാസങ്ങൾക്ക് മുമ്പ് നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പാലത്തിലൂടെ ഉള്ള ഗതാഗതം നിർത്തിക്കൊണ്ട് താൽക്കാലിക പാതയിലൂടെയുള്ള ഗതാഗതം അനുവദിച്ചു. ഈ പാലത്തിൻ്റെ പണി ചെയ്യുവാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ചെയ്ത ആകെ പണിയാണ് ഇതേ കാണുന്ന ഇവിടെ കോൺക്രീറ്റ് ചെയ്തത്. കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്കുള്ള ആകെപ്പണി. ബാക്കി ഇങ്ങനെ കിടക്കുക. താഴെ ഇതേ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 ദിവസത്തിനകം താഴെയുള്ള നിലമ്പതി പാലം താൽക്കാലിക പാത ഒലിച്ചു പോകും. അതിനുശേഷം ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ നെട്ടോട്ടോടേണ്ട ഒരു സാഹചര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പാതയിലൂടെയുള്ള ഗതാഗതം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. ഇവിടുത്തെ പണികൾ അടിയന്തരമായിട്ട് പണികൾ പൂർത്തീകരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ MLA എവിടെ പോയി എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. MLA ഇതിന് ക്രെഡിറ്റ് മുഴുവൻ എടുത്തോളി. സ്ഥലത്തിൻ്റെ മന്ത്രി, PWD വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി 2023 ഏകദേശം ഫെബ്രുവരിയോടെയാണ് മുഹമ്മദ് റിയാസ് മന്ത്രി ഈ പാലത്തിൻ്റെ താഴെ വന്നിട്ട് പ്രഖ്യാപനം നടത്തി ഈ വരുന്ന മാർച്ചിൽ പണികൾ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു. അയാളുടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. പാലത്തിൻ്റെ പണി ഇതാണ് അവസ്ഥ. സകല പാലത്തിലൂടെയും പോയി റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന മന്ത്രി അറിയാനാണ് പറയുന്നത്. ഈ പാലത്തിൻ്റെ അവസ്ഥ ഇതാണ്. 100 കണക്കിന് വരുന്ന പാലങ്ങൾ പണിതു. ഒരേ സമയത്ത് 50ഓളം റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്യണു. ഒരു ഗ്രാമത്തിൻ്റെ ആവശ്യമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള സഞ്ചാരികൾ കൂടിക്കൊണ്ടിരിക്കും. അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം.